അനുപമേ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ് ഈ അണ്ണാ സർവകലാശാലയിൽ ഒരു പെൺകുട്ടിക്ക് ദാരുണമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി ഈ കേസിൽ വാദം കേൾക്കുന്ന സമയത്ത് കുറച്ചധികം രൂക്ഷ വിമർശനങ്ങൾ സർക്കാരിനെതിരെയും ഈ സർവകലാശാലയ്ക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒന്നെന്ന് പറയുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒപ്പം നടക്കരുത് എന്ന് സർവകലാശാലയ്ക്ക് പറയാൻ അധികാരമില്ല എന്നുള്ളത്. തീർച്ചയായും ഇപ്പോൾ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു എന്നുള്ളത് നമ്മൾ വാർത്തകളിലെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് ആ കുട്ടി പീഡിപ്പിക്കപ്പെടും എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്നുള്ളതാണ്. അതിനെയാണ് കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. സദാചാര പോലീസ് കളിക്കാൻ നിൽക്കരുത് എന്നുള്ളത് കുറച്ചധികം കാലമായി നമ്മൾ ഈ സദാചാര പോലീസിനെതിരെ സംസാരിക്കുന്നതാണ്. പക്ഷെ ഇന്നും ഒരു പീഡനം നേരിട്ടത് ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്കാണ് എല്ലാം നഷ്ടപ്പെട്ടത്. എന്നിട്ടും ആ പെൺകുട്ടിയെ കുറ്റക്കാരാക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വീണ്ടും ഒരു മനോവിഷമത്തിലേക്ക് തള്ളിയിടുന്ന ഒരു സമീപനമാണ് ഈ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എത്രത്തോളം നീചമാണ് അത് എന്നുള്ളതാണ്. ഇത് ശരിക്കും നമുക്ക് ഇതിൽ എന്താ പറയാ, ഒരു അത്ഭുതം കണ്ടുപിടിക്കാനൊന്നും ഇല്ല. കാരണം ഇത് ഇന്ന് ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല. ഇതിനു മുൻപും സംഭവിച്ച എന്തിനധികം നമ്മൾ ദൂരേക്ക് പോകണം. നിർഭയ കേസിൽ വരെ അവര് പറഞ്ഞത് ആ കുട്ടി എന്തിനാ ആ സമയത്ത് പുറത്തിറങ്ങി, അതും ആ ഒരു ആൺകുട്ടിക്കൊപ്പം എന്തിനു പുറത്തിറങ്ങി, അത് രണ്ടുമാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ആ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രം, ഇത് മൂന്നുമാണ് അവൾക്ക് അങ്ങനെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നതിന്റെ കാരണമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട്, നമ്മൾ മാത്രമല്ല എല്ലാവരും സംസാരിച്ച് പഴകിയ ഒരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും വീണ്ടും വീണ്ടും അത് തന്നെ ആളുകൾ എന്താ പറയാ, വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതേ പല്ലവി തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഒരു ആൺ സുഹൃത്തിന്റെ ഒപ്പം ഇരുന്ന് വേണമെങ്കിൽ എന്തുകൊണ്ട് അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നില്ല? ആൺ സുഹൃത്തിന്റെ ഒപ്പം ആയിരുന്നിട്ട് കൂടി അവൾക്ക് അത് നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ അവന് പോലും എതിർക്കാൻ സാധിച്ചില്ല. അപ്പൊ അത്രത്തോളം പൈശാചികമായി അടിച്ചു തളർത്തി ശേഷം ഈ ആൺകുട്ടി ഓടിപ്പോവുകയാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി ഒറ്റയ്ക്കാവുന്നതും ഇവർ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത്, കാട്ടിലേക്ക് വലിച്ചെടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ ആൺകുട്ടി ഓടിപ്പോയത് കൊണ്ടാണ് ഈ കുട്ടി ഇത്രത്തോളം ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ആ ആൺകുട്ടി മേ ബി ഓടിപ്പോകാതെ അവളെയും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവൾക്കൊപ്പം നിൽക്കാനോ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ആ കുട്ടിക്ക് അതിന് സാധിച്ചില്ല. മേ ബി ആ കുട്ടിക്ക് പേടിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം ആ കുട്ടി ഓടിപ്പോയത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും ക്രിസ്തുമസ് പ്രാർത്ഥന കഴിഞ്ഞ്, ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് പള്ളിയിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് മടങ്ങവെയാണ് ഈ കുട്ടിക്ക് സംഭവം ഉണ്ടായിരിക്കുന്നത്. പള്ളിയിലേക്ക് തങ്ങൾ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നതും അവിടുന്ന് മടങ്ങി വരുന്നതും, ഞാൻ മുന്നത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സർവകലാശാല ക്യാമ്പസുകൾ എന്ന് പറയുന്നത് വളരെയധികം വിസ്തീർണമുള്ള അല്ലെങ്കിൽ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള കോളേജുകളും ഹോസ്റ്റലുകളും ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം ഒരു എന്താ പറയാ, ഒരു മതിലിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഈ ക്യാമ്പസുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർവകലാശാല ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലെങ്കിൽ സുഹൃത്തുക്കളായ രണ്ടുപേർ തമ്മിൽ ഒപ്പം നടക്കുന്നതും അല്ലെങ്കിൽ ഒപ്പം ഇരിക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ എന്തിനാണ് ഈ ഒപ്പം നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കമിതാക്കളാണോ, അല്ലെങ്കിൽ ഒപ്പം നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും ശരിയല്ലാത്തവരാണോ എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തരത്തിലൊരു മിക്സഡ് ആയിട്ടുള്ള കോളേജോ അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള വിദ്യാലയങ്ങൾ അവർ കൊണ്ടുവരരുതായിരുന്നു. ഇത് ഞാൻ പറയട്ടെ, ഇതിപ്പോ എനിക്കാണ് അത്തരം ഒരു സംഭവം ഉണ്ടായെന്നിരിക്കട്ടെ, ആ സർവകലാശാലയിൽ പഠിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം നമ്മുടെ പാരൻസ് ആയാലും നമ്മളാണെങ്കിലും അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ എന്താണ്, നമുക്കിനി എന്തോ ആവട്ടെ, ഇത് പീഡനം എന്നുള്ളതിനപ്പുറം നമുക്ക് ഒരു ചെറിയ പ്രശ്നമോ വലിയ പ്രശ്നമോ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചെന്ന് ഒരു അഭയമായി സംസാരിക്കാൻ പറ്റുന്ന കോളേജ് അധികൃതർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അധികൃതർ പോലും നമ്മുടെ സൈഡിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തെ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് അവിടെ പഠിക്കുന്നത്? നമ്മൾ ആരോടാണ് പിന്നെ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ എനിക്കിങ്ങനെ പറ്റി, എനിക്കൊരു ഫർദർ ഈ പീഡനത്തിനിരയായ കുട്ടിക്ക് ഇനി എണീറ്റ് വന്ന് ഇത് പോരാടാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ അതിജീവിതയെ കുറിച്ച് സംസാരിച്ച പോലെ എല്ലാവർക്കും മാനസികമായും ശാരീരികമായും അതിന് കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി പുറത്തു വന്നിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പണ്ട് എനിക്ക് ഇങ്ങനെ പറ്റിയിരുന്നു എന്ന് ആളുകൾ പറയുന്നത്? അത് കുറെ ആളുകളുടെ എന്താ പറയാ, അവർക്ക് പ്രതികരിക്കുന്നതിലുള്ള ശേഷിയിൽ വരുന്ന ഡിഫറൻസ് ആണ്. അല്ലാതെ അവർ അന്ന് അതിന് എന്താ പറയാ സുഖം കണ്ടു എന്നിട്ട് ഇപ്പം വന്നിട്ട് പരാതി പറയാം, അതല്ല അതിന്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ കുട്ടിക്ക് ഇത് പിന്നെ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഉപദ്രവത്തിന് ഇരയായ ആളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ് ഈ യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ കോളേജ് അധികൃതരായാലും. പക്ഷെ അവര് പോലും നമ്മളോട് തിരിച്ചു കൊത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ, നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരികയാണ്. നമ്മുടെ പാരന്റ്സ് ആയാലും ഇനി ആരെയാണ് നമ്മൾ കൂട്ടുപിടിക്കുക നമുക്കൊരു നീതിക്ക് വേണ്ടിയിട്ട്?
നമ്മൾ ആൺകുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ചിരുന്നത് കൊണ്ടാണ് അവിടെ പീഡനം സംഭവിച്ചത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ കോളേജിൽ പിന്നെ മൊത്തത്തിൽ അവർ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇവര് ഈ കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ്, അവരൊപ്പം നടന്നതിന് കുറ്റം പറഞ്ഞു. ഈ കോളേജിന് പുറത്ത് ബിരിയാണി സെന്റർ നടത്തിയിരുന്ന ജ്ഞാനശേഖരൻ എന്നയാൾ, ഇദ്ദേഹമാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ ഒരാൾ എന്ന് പറയുന്നത്. അയാൾ ഈ ക്യാമ്പസിൽ അഴിഞ്ഞാടുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇവർ പരാമർശിക്കാത്തത് എന്നുള്ളതാണ്. ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ഥലമായിരിക്കണം. തീർച്ചയായും ഗേൾസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലും എല്ലാം അടങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഈ ഫ്രീ ആയി, എനിക്ക് തോന്നുന്നു കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്യാമ്പസുകളിലേക്ക് പോലീസിന് മാത്രമാണ് നിയന്ത്രണമുള്ളത്, അല്ലാതെ ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും നിയന്ത്രണമില്ലേ എന്ന് സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് കോടതി. കാരണം ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ സർവകലാശാല ക്യാമ്പസുകളിൽ പോലീസുകാർ അഴിഞ്ഞാടാൻ പാടില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പീഡിപ്പിക്കുന്നവർക്കും അതല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഈസിലി കയറി വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണോ ഈ സർവകലാശാലകൾ? അവിടെ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തെ എന്തുകൊണ്ടാണ് അവർ ചോദ്യം ചെയ്യാത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇയാൾ കയറി വന്നിട്ടുണ്ടാവുക? ഇയാൾ എന്ന് പറയുന്നത് മറ്റു പീഡന കേസുകളിലെ അതല്ലെങ്കിൽ കവർച്ചാ ശ്രമങ്ങളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാള്. അപ്പൊ ഇയാള് ഇത്രയും ഫ്രീ ആയിട്ട് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇത്രത്തോളം കേസുകൾ ഉണ്ടെന്ന് ഈ പോലീസ് തന്നെ പറയുന്നു. എന്നിട്ടും പുള്ളി ഇപ്പോഴും അറസ്റ്റിലായിട്ട് ഇപ്പോഴാണ് അറസ്റ്റിലായിട്ട്. ഞാൻ പറയട്ടെ, നമ്മൾ പൊതുവെ എന്താ പറയാ, സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജിലോ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണെങ്കിൽ പോലും നമ്മൾ കാണാറുണ്ട്, സിനിമകളിലൊക്കെ ആയാലും അല്ലാതെ നമ്മൾ കാണാറുണ്ട്, എന്താ ഒരുപാട് വർഷത്തെ പഴക്കം ചെന്ന ആളുകൾ, അതായത് ആ ക്യാമ്പസുമായി പരിചയമുള്ള ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ അതിനകത്ത് കയറുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത്തരം ഒരു ഹിസ്റ്ററി ഉള്ള അല്ലെങ്കിൽ ഇത്തരം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും ഫ്രീ ആക്സസ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അത് കൊടുത്ത് അയാൾ അത് അങ്ങേറ്റം ദുരുപയോഗം ചെയ്തു. അതിനെ ആർക്കും ഒന്നും പറയാനില്ല. ഇവർ ഈ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒപ്പം ഇരുന്നു സംസാരിച്ചു, അവര് ഒന്നിച്ച് പള്ളിയിൽ പോയി, ഒന്നിച്ച് തിരിച്ചു വന്നു, അവർ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു, അതുകൊണ്ട് അങ്ങനെ പറ്റി. അതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ പഠിച്ചത് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു സാർ ഉണ്ടായിരുന്നു. ഈ സാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇതുപോലെ തന്നെ ഒരുപാട് സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് ഞങ്ങളുടെ. അപ്പോ കുറെ എന്താ പറയുക ക്ലബ്ബുകളുണ്ട്, അതിനുള്ളിൽ ഹോസ്റ്റലുകളുണ്ട്, ടീച്ചർമാർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അങ്ങനെ ഒരുപാട് വിശാലമായ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒപ്പിരിക്കുമ്പോൾ ഒരു സാറുണ്ട്, പുള്ളി വന്നിട്ട് ബാഗ് കൊണ്ടുവന്ന് നടുവിൽ വെച്ചിട്ട് പോകും. അതല്ലെങ്കിൽ അവിടെ വന്ന് നമ്മളെല്ലാവരും അവിടെ നിന്ന് 4 ഭാഗത്തേക്ക് ഓടിക്കും. ഒന്നാലോചിച്ചു, ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രം ഇരുന്നാൽ മാത്രമല്ല, ഒരു കൂട്ടം ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്നാലും ഇദ്ദേഹം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരിക്കും? കാരണം എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള അധ്യാപകന്മാരുണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവര് കാണാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി മറയുള്ള ഒരു സ്ഥലത്തേക്ക് മാറേണ്ടി വരും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് കുറച്ചും കൂടി റിസ്കി ആവുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ, ദൈവം സഹായിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ വളരെ ഓപ്പൺ ആയിരുന്നിട്ടാണ് കൂട്ടുകാരും ഒപ്പം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒക്കെ ഒപ്പം ഇരുന്നിട്ടാണ്. അതിപ്പോ സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അത്രത്തോളം ഒളിമറകളില്ല, അല്ലെങ്കിൽ എന്താ പറയാ പബ്ലിക് ആയിട്ടാണ് അത് നടക്കുന്നത്. ആരും അങ്ങനെ പോയി ഒളിച്ചിരുന്ന് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. അല്ലെങ്കിൽ കപ്പിൾസ് ആയിക്കോട്ടെ, ഇനി ഫ്രണ്ട്സ് ആയാലും ഞാൻ പറയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ വരുമ്പോൾ ആക്ച്വലി നിയന്ത്രണങ്ങൾക്ക് അവിടെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. ആ നിയന്ത്രണങ്ങൾ വരുമ്പോൾ ഒബ്വിയസ്ലി കള്ളത്തരം ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലേക്ക് കുട്ടികൾ മാറും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പൊന്തക്കാട്ടുകളിലേക്കും ഇന്നലെ തന്നെ അങ്ങനെ ഒരു നമ്മൾ വേറൊരു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചെറുപ്പത്തിൽ കുട്ടികളെ പാരന്റ്സ് അങ്ങേയറ്റം സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന സമയത്ത് വളർന്നു വരുമ്പോൾ അവര് പറയുന്നത് തുറന്നു കഴിഞ്ഞാൽ മൊത്തം കള്ളത്തരമായിരിക്കും എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. കാര്യം അവർക്കൊന്നും തുറന്നു പറയാനോ അല്ലെങ്കിൽ അവർക്കൊരു ഓപ്പൺ സ്പേസ് ഇല്ല, ഒരു ട്രാൻസ്പെറൻസി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനെ കുറ്റം പറയുക അല്ലെങ്കിൽ തല്ല് വഴക്ക് ഇതാണെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് പാരന്റ്സിന് എന്താണോ ഓക്കെ അത് നമ്മൾ കള്ളമായിട്ട് പറയും. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ പറയുക സത്യം പറയാനോ ഒന്നിനും നമുക്കൊരു എന്താ പറയുക ഒരു അടുപ്പം തോന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മളെ എന്താ പറയുക നമ്മൾ ഒന്നിച്ചിരിക്കുന്നതിനെ ഇങ്ങനെ വയലേറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ വിചാരിക്കണം നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും കാര്യത്തോടു കൂടി അല്ലെങ്കിൽ സ്വഭാവത്തോടു കൂടി കാര്യങ്ങൾ നോക്കി കാണാനുള്ള ശേഷിയില്ലാത്ത പ്രായമാണ് ഇത്. അതൊന്നുമല്ല, എല്ലാവരും പ്രായപൂർത്തിയായവരാണ്. പ്രായപൂർത്തിയായവർക്കിടയിലും കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മളെ എന്താ പറയാ നമ്മളെ പരിപാലിക്കുന്നത്, നമ്മളൊരു കോളേജിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ പറയാ പുസ്തകത്തിലെ പഠിപ്പ് മാത്രമല്ലല്ലോ അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മളെ വ്യക്തിത്വ രൂപീകരണത്തിനും വലിയൊരു പങ്കുണ്ട് അവിടെ. അപ്പം അതിന് എന്താ പറയാ ഹിതമാകുന്ന രീതിയിൽ ഇപ്പൊ ചിലപ്പോൾ പറഞ്ഞ 2 പേര് ഇരിക്കുമ്പോൾ അതിനിടക്ക് ബാഗ് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഒരു 5-6 കുട്ടികൾ ഇരിക്കുമ്പോൾ അതിനകത്ത് വന്നിട്ട് എല്ലാവരും മറ്റേ ആവേശം സിനിമയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഓടിപ്പിക്കുക,
അതല്ലല്ലോ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പീഡന ശേഷം ഇരയാക്കപ്പെട്ട പെൺകുട്ടി നേരിടുന്ന മനോവിഷമങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേ കേസിന്റെ ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ പീഡന കേസിന്റെ FIR പുറത്തു പോകുന്ന ഒരു സാഹചര്യം, ആ പെൺകുട്ടിയുടെ പേരും മേൽവിലാസവും എല്ലാം നമുക്ക് ഒരു ചർച്ചയിൽ പോലും ആ കുട്ടിയുടെ പേരോ ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യാൻ തക്ക രീതിയിൽ ഒരു ക്ലൂ പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷെ ഈ കുട്ടിയുടെ FIR തന്നെ പുറത്തു പോകുന്നു, പുറത്തു വിടുന്നു. ഈ കുട്ടിയുടെ പേര്, മേൽവിലാസം അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പുറത്തു പോവുകയാണ്. എത്ര കെയർലെസ് ആയിട്ടാണ് അതിനെ ക്യാരി ചെയ്യുന്നത്. ഇതിനി ആ കുട്ടിക്ക് എങ്ങനെയാണ് ആളുകളെ ഫേസ് ചെയ്യുന്നതിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ്, ഈ കുട്ടി ആൺകുട്ടിയുടെ കൂടെ പോയത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ, അതൊക്കെ കുട്ടിയെ മാനസികമായി എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ്. എത്ര കണ്ടാലും അല്ലെങ്കിൽ എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ അനുപമ നേരത്തെ പറഞ്ഞല്ലോ, നിർഭയ മരിച്ച സമയത്ത് പോയ നേരത്തെയും ധരിച്ച വസ്ത്രത്തെയും കുറ്റം പറഞ്ഞവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി മരിച്ചു, ചുരിദാറാണ് ആ കുട്ടി ധരിച്ചിരുന്നത്. ചുരിദാറിന് മാന്യമായ ഒരു വസ്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കാണുന്നത്. കുട്ടി ഇരുന്നിരുന്ന കുട്ടിയുടെ സ്വന്തം വീട്ടിലാണ്. പിന്നെ എവിടെയാണ് ആ കുട്ടി പോയി ഇരിക്കേണ്ടിയിരുന്നത്? ഇനി അതിനെന്തിനാണ് കുറ്റം പറയുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനും കുറ്റം കണ്ടെത്താൻ നിൽക്കുന്നവർ അതിൽ കുറ്റം കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ ബാധിക്കപ്പെട്ട ഒരാൾക്കൊപ്പം നിൽക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം എങ്കിലും ഈ കോളേജ് ആയാലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും പോലീസ് ആണെങ്കിലും കാണിക്കണം എന്നുള്ളതാണ്.